2026 ഫെബ്രുവരി 18 കൊളംബോയിലെ സിംഹളീസ് സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നമീബിയയെ 102 റൺസിന് തകർത്ത പാകിസ്ഥാൻ ICC ടി20 ലോകകപ്പ് 2026 ന്റെ സൂപ്പർ 8 ഘട്ടത്തിലേക്ക് ഔദ്യോഗികമായി യോഗ്യത നേടി. ഈ കിടിലൻ പ്രകടനം പാകിസ്ഥാന് അങ്ങേയറ്റം നിർണായകമായിരുന്നു. കാരണം ഈ മത്സരം അവർക്കൊരു ജീവൻമരണ പോരാട്ടമായിരുന്നു. അതിനു മുമ്പ് ചിരവൈരികളായ ഇന്ത്യയോട് തോറ്റതോടെ ടൂർണമെന്റിൽ മുന്നോട്ടു പോകാനുള്ള പാകിസ്ഥാന്റെ സാധ്യതകൾ ഒരു നൂൽപ്പാലത്തിലായിരുന്നു. ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ ടീമിന് ഇത് വളരെ നിർണായകമായിരുന്നു. നമീബിയയോട് തോറ്റിരുന്നെങ്കിൽ ഈ വലിയ ലോകവേദിയിൽ നിന്ന് അവർക്ക് നേരത്തെ പുറത്താകേണ്ടി വരുമായിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യക്കൊപ്പം അമേരിക്ക അടുത്ത റൗണ്ടിലേക്ക് കടന്നേനെ. ഇത് 2024 ടി20 ലോകകപ്പിലെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അന്നും പാകിസ്ഥാനെ ആതിഥേയരായ അമേരിക്കയായിരുന്നു മുന്നേറിയത്. അതുകൊണ്ട് ഈ തകർപ്പൻ വിജയം പാകിസ്ഥാന്റെ ലോകകപ്പ് യാത്രയിലെ ഒരു നിർണായക വഴിത്തിരിവായി. ഇത് അവരുടെ ടൂർണമെന്റിലെ പങ്കാളിത്തം ഉറപ്പാക്കിയെന്ന് മാത്രമല്ല 2026 ലോകകപ്പിനായുള്ള കാത്തിരുന്ന സൂപ്പർ 8 ടീമുകളുടെ നിര പൂർത്തിയാക്കുകയും ചെയ്തു. വലിയ സമ്മർദ്ദത്തിലും തളരാതെ കളിക്കാനുള്ള ടീമിന്റെ നിശ്ചയദാർഢ്യവും തിരിച്ചുവരവ് ശേഷിയുമെല്ലാം ഈ വിജയം അടിവരയിട്ട് കാണിച്ചു. ടൂർണമെന്റിലെ ഒരു കരുത്തരായ ടീമാണെന്ന് അവർ വീണ്ടും തെളിയിക്കുകയും ചെയ്തു. അന്ന് എടുത്ത തന്ത്രപരമായ തീരുമാനങ്ങൾ, പ്രത്യേകിച്ചും ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം, ഒപ്പം മികച്ച വ്യക്തിഗത പ്രകടനങ്ങളും ഈ നിർണായക പോരാട്ടത്തിൽ വിജയിക്കാൻ നിർണായകമായി. ടി20 ലോകകപ്പ് കിരീടത്തിനായുള്ള യാത്രയിലെ ഒരു വലിയ കടമ്പ കടന്ന പാകിസ്ഥാന് ഈ വിജയം വലിയ ആത്മവിശ്വാസവും പുതിയ ഊർജ്ജവും നൽകി. ഇനി കൂടുതൽ കടുപ്പമേറിയ സൂപ്പർ 8 ഘട്ടത്തിനായി ടീം ഒരുങ്ങുകയാണ്. ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് തുടങ്ങിയത്. കൊളംബോ പിച്ചിൽ അതൊരു തന്ത്രപരമായ മികച്ച തീരുമാനമായിരുന്നു. ഓപ്പണിംഗ് കൂട്ടുകെട്ടായി സാഹിബ്സാദ ഫർഹാനും സായിം അയൂബും ക്രീസിലെത്തി. എന്നാൽ പവർ പ്ലേയിൽ തന്നെ അയൂബിന് പുറത്താകേണ്ടി വന്നു. അയൂബ് പുറത്തായതിനു പിന്നാലെ നമീബിയയുടെ ജെ സ്മിത്ത് എറിഞ്ഞ ആദ്യ പന്ത് നേരിട്ട ഫർഹാൻ ഇന്നിംഗ്സിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ക്യാപ്റ്റൻ സൽമാൻ അലി ആഗാക്കൊപ്പം രണ്ടാം വിക്കറ്റിൽ ഫർഹാൻ 67 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടുണ്ടാക്കി. 23 പന്തിൽ നിന്ന് 38 റൺസെടുത്ത ക്യാപ്റ്റൻ പുറത്താകുന്നത് വരെയായിരുന്നു ഈ കൂട്ടുകെട്ട്. പിന്നീട് പാകിസ്ഥാന്റെ മുന്നേറ്റം തുടർന്നു. മികച്ച ഫോമിലായിരുന്ന ഫർഹാൻ ഷദാബ് ഖാനുമായി ചേർന്ന് 4ാം വിക്കറ്റിൽ 81 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടും പടുത്തുയർത്തി. ഈ മികച്ച കൂട്ടുകെട്ടാണ് പാകിസ്ഥാനെ ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചത്. ഫർഹാന്റെ വ്യക്തിഗത പ്രകടനം അതിഗംഭീരമായിരുന്നു. വെറും 58 പന്തുകളിൽ നിന്ന് 100 റൺസെടുത്ത് പുറത്താവാതെ നിന്ന് തന്റെ കന്നി സെഞ്ചുറി നേടി. 11 ബൗണ്ടറികളും 4 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടുന്നതായിരുന്നു ഫർഹാന്റെ ഈ ഇന്നിംഗ്സ്. 50ൽ നിന്ന് 100 റൺസിലേക്ക് എത്താൻ വെറും 20 പന്തുകൾ മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടിവന്നത്. റൺവേട്ട അതിവേഗമായിരുന്നു. ടി20 ലോകകപ്പ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ പാകിസ്ഥാൻ താരമായി ഇതോടെ ഫർഹാൻ മാറി. അദ്ദേഹത്തിന്റെ മികവിനും കഴിവിനും ഇത് തെളിവായി. പാകിസ്ഥാൻ തങ്ങളുടെ ഇന്നിംഗ്സ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസെന്ന മികച്ച സ്കോറിൽ അവസാനിപ്പിച്ചു. ഇതോടെ നമീബിയയ്ക്ക് മുന്നിൽ 200 റൺസെന്ന ഒരു വലിയ വിജയലക്ഷ്യം ഉയർത്താൻ അവർക്കായി. പാകിസ്ഥാൻ ഉയർത്തിയ 199 റൺസ് എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന് നമീബിയ ബാറ്റിംഗിനിറങ്ങിയത് വലിയൊരു സമ്മർദ്ദത്തിലായിരുന്നു. ജാൻ ഫ്രെയിലിംഗും ലൗറൻസ് സ്റ്റീങ്കാമ്പും ചേർന്ന് 32 റൺസിന്റെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാക്കി നല്ലൊരു തുടക്കമിട്ടെങ്കിലും പാകിസ്ഥാൻ ബോളർമാരുടെ കൃത്യതയാർന്ന ബൌളിംഗിന് മുന്നിൽ നമീബിയയുടെ താളം പെട്ടെന്ന് തെറ്റി. തുടക്കത്തിലെ ആവേശം പെട്ടെന്ന് കെട്ടടങ്ങി. കാരണം പാക് ബോളർമാർ കൃത്യമായ ഇടവേളകളിൽ സമ്മർദ്ദം ചെലുത്തി. ഇത് നമീബിയയ്ക്ക് വലിയ കൂട്ടുകെട്ടുകളുണ്ടാക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ഒന്നിന് പുറകെ ഒന്നായി വിക്കറ്റുകൾ വീണതോടെ ആവശ്യമായ റൺറേറ്റ് കുതിച്ചുയർന്നു. അതോടെ നമീബിയൻ ബാറ്റ്സ്മാൻമാർക്ക് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമായി. പാകിസ്ഥാന്റെ ഇന്നിംഗ്സിൽ നമീബിയൻ നായകൻ ജെറാർഡ് എറാസ്മസ് നന്നായി പന്തെറിഞ്ഞെങ്കിലും സ്വന്തം ടീമിന്റെ ബാറ്റിംഗിൽ അതേ നിയന്ത്രണം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ 17.3 ഓവറിൽ വെറും 97 റൺസിന് നമീബിയ കൂടാരം കയറി. 102 റൺസിന്റെ വലിയൊരു തോൽവിയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഈ തകർച്ച പാകിസ്ഥാന്റെ ആധിപത്യം വ്യക്തമാക്കുന്നതായിരുന്നു. പ്രത്യേകിച്ചും സമ്മർദ്ദഘട്ടങ്ങളിൽ അവരുടെ ബൌളിംഗ് യൂണിറ്റിന് എത്ര മികച്ച രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നിത് കാണിച്ചു. പാകിസ്ഥാന് വേണ്ടി ഉസ്മാൻ താരിഖ് ആയിരുന്നു ബൌളിംഗിൽ തിളങ്ങിയത്. 3.3 ഓവറിൽ വെറും 16 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ വീഴ്ത്തി അദ്ദേഹം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. താരിഖിന്റെ ഈ ബൌളിംഗ് പ്രകടനം നമീബിയൻ ബാറ്റിംഗ് നിരയെ തകർക്കുന്നതിൽ നിർണായകമായി. തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ബെർണാഡ് ഷോൾട്സ്, വില്യം മൈബർഗ് എന്നിവരുടെയടക്കം പ്രധാന വിക്കറ്റുകൾ സ്വന്തമാക്കി. അതോടെ നമീബിയയുടെ ഇന്നിംഗ്സ് പെട്ടെന്ന് അവസാനിച്ചു. ഈ മികച്ച ബൌളിംഗ് പ്രകടനവും അവർ ചെലുത്തിയ കടുത്ത സമ്മർദ്ദവുമാണ് പാകിസ്ഥാന്റെ ഈ ഉജ്ജ്വല വിജയത്തിന് അടിത്തറയായത്. വെറുതെ ചില താരങ്ങളുടെ തകർപ്പൻ പ്രകടനങ്ങൾ മാത്രമല്ല, പാകിസ്ഥാന്റെ ഈ വലിയ വിജയത്തിനു പിന്നിൽ ഒരുപാട് നിർണായകമായ സംഭാവനകളും കൃത്യമായ തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ പരിചയസമ്പന്നനായ ഓൾറൗണ്ടർ ഷദാബ് ഖാൻ തകർപ്പൻ പ്രകടനവുമായി ഫോമിലേക്ക് ഗംഭീരമായി തിരിച്ചെത്തിയെന്ന് ഈ മത്സരം അടിവരയിടുന്നു. ബാറ്റിംഗിൽ സാഹിബ്സാദ ഫർഹാനൊപ്പം ചേർന്ന് വെറും 22 പന്തിൽ നിന്ന് പുറത്താകാതെ 36 റൺസെടുത്ത് ഒരു നിർണായക കൂട്ടുകെട്ടുണ്ടാക്കി. പിന്നാലെ ബോളിംഗിലും തിളങ്ങിയ ഷദാബ് നമീബിയയുടെ ചേസിംഗിനിടെ 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി തന്റെ ഓൾറൗണ്ട് മികവ് തെളിയിച്ചു. ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും ഇങ്ങനെ നിർണായക പ്രകടനങ്ങൾ നടത്താനുള്ള ഷദാബിന്റെ കഴിവ് പാകിസ്ഥാന് മത്സരത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി. പ്രത്യേകിച്ച് നമീബിയയുടെ നിർണായക കൂട്ടുകെട്ടുകൾ പൊളിക്കുന്നതിനും റണ്ണൊഴുക്ക് തടയുന്നതിനും ഇത് ഏറെ സഹായകമായി. പാകിസ്ഥാന്റെ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ സൈം അയ്യൂബ് പവർ പ്ലേയിൽ പുറത്തായെങ്കിലും ടീം പെട്ടെന്ന് തന്നെ തിരിച്ചുവന്ന് മികച്ച കൂട്ടുകെട്ടുകളുണ്ടാക്കി. ഇത് അവരുടെ ബാറ്റിംഗ് ശക്തിയും തന്ത്രപരമായ കരുത്തും അടിവരയിടുന്നു. ഒരു തുടക്കത്തിലെ തകർച്ച ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചു. റണ്ണൊഴുക്ക് നിയന്ത്രിക്കാൻ നമീബിയ നിരന്തരമായി ശ്രമിച്ചു. ക്യാപ്റ്റൻ ഗെർഹാർഡ് എറാസ്മസ് പോലുള്ള ബൌളർമാർ കൃത്യമായ ലൈനുകളിൽ പന്തെറിഞ്ഞപ്പോഴും ലോറൻസ് സ്റ്റീങ്കാമ്പ് പോലുള്ള കളിക്കാർ മികച്ച ഫീൽഡിംഗ് കാഴ്ചവെച്ചപ്പോഴും പാകിസ്ഥാന്റെ ബാറ്റ്സ്മാൻമാർ ഈ വെല്ലുവിളികളെ വിജയകരമായി മറികടന്നു. പാകിസ്ഥാന്റെ തുടർച്ചയായ ആക്രമണ മനോഭാവം ഈ മത്സരത്തിൽ എടുത്തുപറയേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും ഇന്നിംഗ്സിന്റെ നിർണായകമായ അവസാന ഓവറുകളിൽ നമീബിയയുടെ പരിചയസമ്പന്നരില്ലാത്ത ബൌളിംഗ് നിരയെ അവർ ഫലപ്രദമായി മുതലെടുക്കുകയും സ്കോർ ഗണ്യമായി ഉയർത്തുകയും ചെയ്തു.
പാകിസ്ഥാന്റെ കൃത്യമായ ഫീൽഡ് വിന്യാസവും മികച്ച ക്യാച്ചുകളും അവരുടെ ബോളിംഗ് പ്രകടനത്തിന് കൂടുതൽ കരുത്ത് പകർന്നു. ഇത് നമീബിയയ്ക്ക് ഇന്നിംഗ്സിന്റെ ഓരോ ഘട്ടത്തിലും കടുത്ത സമ്മർദ്ദം നൽകി. വ്യക്തിഗത മികവിനെയും ടീമിന്റെ കൃത്യമായ തന്ത്രങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഈ കൂട്ടായ പ്രകടനമാണ് പാകിസ്ഥാന്റെ ഈ തകർപ്പൻ വിജയത്തിന് അടിസ്ഥാനമായത്. ICC മെൻസ് T20 ലോകകപ്പ് 2026 സൂപ്പർ 8 ലൈൻ പൂർത്തിയാക്കിയത് പാകിസ്ഥാന്റെ നമീബിയക്കെതിരെയുള്ള ആ ഉജ്ജ്വല 102 റൺസ് വിജയമാണ്. ഈ സമ്പൂർണ്ണ വിജയത്തോടെ പാകിസ്ഥാൻ സൂപ്പർ 8 ഘട്ടത്തിലെ ഗ്രൂപ്പ് 2-ൽ തങ്ങളുടെ അർഹമായ സ്ഥാനം ഉറപ്പിച്ചു. അതോടെ ശക്തരായ എതിരാളികൾക്കെതിരെയുള്ള വാശിയേറിയ മത്സരങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. ഇപ്പോൾ ഗ്രൂപ്പ് 2-ൽ ആരൊക്കെയുണ്ടെന്ന് നോക്കിയാൽ പാകിസ്ഥാനൊപ്പം ക്രിക്കറ്റ് ലോകത്തെ വമ്പന്മാരായ ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, പിന്നെ സഹ ആതിഥേയരായ ശ്രീലങ്കയും കൂടിയുണ്ട്. ടൂർണമെന്റ് നിർണായകമായ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഗ്രൂപ്പ് ഘടന തീർച്ചയായും ഒരുപിടി വാശിയേറിയ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പാണ്. സൂപ്പർ 8-ൽ പാകിസ്ഥാന്റെ മത്സരങ്ങൾ തുടങ്ങുന്നത് ഫെബ്രുവരി 21-ന് കൊളംബോയിൽ വെച്ച് ന്യൂസിലൻഡിനെതിരെയുള്ള ഒരു കടുപ്പമുള്ള പോരാട്ടത്തോടെയാണ്. അതിനുശേഷം ഫെബ്രുവരി 24-ന് കാൻഡിയിൽ വെച്ച് ഇംഗ്ലണ്ടിനെതിരെ അടുത്ത പ്രധാന മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന കളി ശ്രീലങ്കയുമായി കൊളംബോയിൽ വെച്ച് തന്നെ നടക്കും. സൂപ്പർ 8 ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഓരോ ടീമും ഗ്രൂപ്പിലെ മറ്റു ടീമുകളുമായി ഒരു തവണ ഏറ്റുമുട്ടും. ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ പോയിന്റുകൾ ഒന്നും ഇവിടെ കണക്കിലെടുക്കില്ലാത്തതുകൊണ്ട് ഈ പുതിയ നിർണായക ഘട്ടത്തിലെ പ്രകടനം മാത്രമാണ് പ്രധാനം. നമീബിയക്കെതിരെയുള്ള ആ ഡു ഓർ ഡൈ പോരാട്ടം വിജയകരമായി കടന്നുപോയത് പാകിസ്ഥാൻ ടീമിന് പുതിയൊരു ആത്മവിശ്വാസവും തന്ത്രപരമായ വ്യക്തതയും നൽകിയിട്ടുണ്ട്. ഈ മികച്ച പ്രകടനം അവരെ മുൻനിര ടീമുകൾക്കൊപ്പം സ്ഥാനമുറപ്പിച്ചെന്ന് മാത്രമല്ല, 2026 T20 ലോകകപ്പിൽ സെമിഫൈനലിലേക്കുള്ള വെല്ലുവിളി നിറഞ്ഞ വഴി ഇപ്പോൾ കൂടുതൽ വ്യക്തമായതുകൊണ്ട് ടൂർണമെന്റിൽ കൂടുതൽ മുന്നോട്ടു പോകാനും അവരെ ഇത് സഹായിക്കും.